പാലക്കാട് മണ്ണാർക്കാട് പൊമ്പ്രയിൽ വീടിന് മുന്നിലിരുന്ന 2.5 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചു. ആക്രമണം അമ്മ കുട്ടിക്ക് സിറ്റൌട്ടിലിരുന്ന് ചോറ് കൊടുക്കുന്നതിനിടെ. പൊമ്പ്ര സ്വദേശി തിട്ടുമ്മൽ സഫ്വാൻ ഷഹല ദമ്പതികളുടെ മകൾ ഫാത്തിമ ഷസയ്ക്കാണ് കടിയേറ്റത്. ആക്രമണത്തിൽ കുട്ടിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് നിന്നും അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിനിടയിൽ നായ വന്ന് കടിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത്? നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില ഏതു രീതിയിലാണ്? ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. അതായത് ഈ വീടിന് സിറ്റൗട്ടിലിരുന്നാണ് സാധാരണയായി കുട്ടിക്ക് ഫാത്തിമയ്ക്ക് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടി മുറ്റത്ത് വഴി ഓടിക്കളിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നായ ഓടി വന്ന് കുട്ടിയെ കടിക്കുകയായിരുന്നു. കുട്ടിയുടെ കാലിന് ഉൾപ്പെടെ കടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് ഈ അമ്മ ഒച്ച വെക്കുകയും ഈ നായ പിന്നീട് അവിടെ നിന്ന് ഓടിപ്പോവുകയുമായിരുന്നു. ഏതായാലെങ്കിലും കുട്ടിയുടെ കാലിന് കടിയേറ്റതിനെ തുടർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി എത്തിച്ച് ചികിത്സ നൽകുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് നിന്ന് നിരന്തരം ഇത്തരത്തിൽ തെരുവുനായകളുടെ അക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന കാലം കൂടിയാണ്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഇന്ന് തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയരുന്നതിൻ്റെ ഇടയിലാണ് 2.5 വയസ്സുകാർക്ക് ഇത്തരത്തിൽ കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കാര്യത്തിൽ ഏതാണെങ്കിലും ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള നടപടികൾ നാട്ടുകാർ ഉൾപ്പെടെ ആ നായ അന്വേഷിക്കുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഏതാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ 2.5 വയസ്സുകാരിക്കാണ് കാലിലാണ് കടിയേറ്റിരിക്കുന്നത്. കുട്ടി കരയുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ വേദന ഉണ്ടാക്കുന്നതാണ്. ഏതാണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സ്വാതി. ശരി അജിത്, പാലക്കാട് മണ്ണാർക്കാട് പൊമ്പ്രയിൽ വീടിന് മുന്നിലിരുന്ന 2.5 വയസ്സുകാരിയെയാണ് തെരുവ് നായ ആക്രമിച്ചത് എന്നുള്ളതാണ്. അമ്മ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതിനിടെയാണ് നായ ഓടി വന്ന് കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്.